ജോസേ ദേ അവൻ മറ്റവൻ അൻവർ ഷെരീഫ്. അൻവറോ? ആ ചെക്കന്റെ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. ആ ചെക്കനും ഉണ്ട്. കല്യാണം അലമ്പാക്കാനുള്ള പരിപാടിയാണ് പിടിച്ച് പൊട്ടിച്ചാലോ? എന്നിട്ട് നാട്ടുകാർ മുഴുവൻ അറിയിക്കും. ദേ പഠിക്കാൻ കൊണ്ട് കല ഉടക്കരുത് കേട്ടോ, പറഞ്ഞേക്കാം. അല്ല ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? അൻവറല്ലേ? ഞാൻ ജോസ് പീറ്റർ, മനുവിൻ്റെ സുഹൃത്താ. പിന്നെ കൊളീഗ് എന്നൊക്കെ പറയും. ഒന്ന് വരുമോ? ഒരു കാര്യം സംസാരിക്കാനാ. വരൂ. ആ അപ്പോൾ എങ്ങനെയാന്ന് പറ, ഒന്ന് ഒഴിക്കട്ടെ. എന്തിനാ അനിയ, നീ ഇവിടെ വന്ന എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവളാങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഒന്ന് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാ നിങ്ങളുടെ ഘട്ടം വരുന്നുണ്ടേ. അളിയ കട്ടച്ചായ മാത്രമേ ഉള്ളൂ. കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു കല്യാണ തലേന്ന് ഞാനും ഒരു വീട്ടിൽ കയറി ചെന്നതാ. അൻവറിനെ അറിയോ? ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി എൻ്റെ ഇഷ്ടം തള്ളിക്കളഞ്ഞ് വീട്ടുകാർ പറഞ്ഞ് ചെക്കനെ കെട്ടാൻ തയ്യാറായി. അതറിഞ്ഞ് അലമ്പുണ്ടാക്കാൻ തന്നെയാണ് ഞാൻ ചെന്നത്. ഒരു ബലത്തിന് 2 കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ച് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടക്കി. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ആ പെൺകുച്ചിനെ എനിക്ക് എന്നെ കെട്ടിച്ചു തന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. ഉള്ള സമാധാനം കൂടെ പോയി. ഒരിക്കലും ഉപേക്ഷിച്ചു പോയ സ്നേഹം പിടിച്ചു വാങ്ങാൻ നോക്കിയുണ്ടാവും. ഞങ്ങൾ തമ്മിൽ സ്ഥിരം അടിയായി, വഴക്കായി. സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം അവള് ഫാനിൽ കേട്ടു തൂങ്ങി. എടാ, നമ്മളെ വേണ്ടാത്തവരെന്തിനാണ് നമുക്ക്? വിട്ടുകളാ, നീ ചെറിയ പ്രായമില്ലേ, ജീവിതം എത്ര ബാക്കി കിടക്കുന്നു. അടി. നിങ്ങൾ പറഞ്ഞ ശരിയാ, നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ട. ജോസ് ചായൻ്റെ ആദ്യ ഭാര്യ മരിച്ച വിവരം എനിക്കറിയില്ലായിരുന്നു. ഇത്രയും സങ്കടം ഉണ്ടായിട്ടും ജോസ് ചായൻ എന്തെൻ്റെ അടുത്തൊന്നും പറയാറുന്നത്? എൻ്റെ പൊന്നമ്പടി ആര് മരിച്ച്? ഞാൻ ചുമ്മാ അവനെ ഒതുക്കാൻ വേണ്ടി വായിൽ വന്നൊരു കഥ പറഞ്ഞല്ലേ. ഒഴിക്കട്ടെ? ഒഴിക്കേ. എന്തു പറഞ്ഞവൻ പോയാ? എടാ, അവനൊരു പാവം ചെക്കനാ. ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പ്രശ്നത്തിനും വരത്തില്ല. നീ അകത്തേല് അന്വേഷിച്ചു. വിട്ടോ വിട്ടോ വിട്ടോ. ഒരെണ്ണം അടിച്ചിട്ട് പോട്ടെ. വേണ്ട.